സഭാ സമ്മർദ്ദം നിഷേധിച്ച് പ്രമോദ് നാരായണൻ MLA. മുന്നണി വിടാൻ സഭാ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് പ്രമോദ് നാരായണൻ MLA ഇപ്പോൾ പറയുന്നത്. അത്തരം പരാമർശം താൻ നടത്തിയിട്ടില്ല. സഭകളെ കൂടി വലിച്ചിഴച്ച് നടത്തുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്ക്. ശബരിമലയിൽ ആയതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രമോദ് നാരായണൻ FBയിൽ പറയുന്നു. VV അരുൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഇന്ന് നിർണായകമായ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞത് വലിയ വാർത്തകൾക്ക് വഴിവെച്ചിരുന്നു. സഭകളുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് പ്രമോദ് നാരായണൻ പറഞ്ഞിരുന്നത്. UDFൽ ചേരാൻ സഭകളുടെ സമ്മർദ്ദമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും കാരണം ഇപ്പോൾ എന്തായാലും മുന്നണി മാറുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഭവ്യ, കേരള കോൺഗ്രസ് മുന്നണി വിടാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ സഭകളുടെ വലിയ സമ്മർദ്ദമുണ്ടെന്നത് വ്യക്തമാണ്, വസ്തുതയുമാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ ഒരു MLA തന്നെ അത് പറഞ്ഞത് വലിയ ചർച്ചയെ മാറിയിരുന്നു. സഭാ നേതൃത്വങ്ങളെ അപമാനിക്കുന്ന തുല്യമായി എന്ന വിലയിരുത്തൽ പല കോണുകളിലും ഉയർന്നു വന്നു. അതോടുകൂടിയാണ് റാന്നി MLA പ്രമോദ് നാരായണൻ നിലപാടിൽ മാറ്റം വരുത്തിയത്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് സഭകളുടെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറഞ്ഞു എന്ന തരത്തിൽ വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരത്തിലൊരു പരാമർശവും തന്റെ അറിവിൽപ്പെടാത്തതും അത് നടത്തിയിട്ടല്ലാത്തതുമാണ് എന്ന് വ്യക്തമാക്കുകയാണ് പ്രമോദ് നാരായണൻ. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സഭകളെ കൂട്ടിവലിച്ചിഴച്ച് ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആത്മീയ നേതൃത്വം കൊണ്ട് എന്നും ആദരവ് പുലർത്തുന്ന പൊതുപ്രവർത്തകനാണ്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്ന ഒരു വിശദീകരണമാണ് പ്രമോദ് നാരായണൻ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ചർച്ചയായി മാറിയിരുന്നു. അത് സ്വാഭാവികമായും സഭാ നേതൃത്വങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യമെന്ന ചോദ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നതും അതിനെ വേണ്ടാത്ത സമയത്തുമൊക്കെ ഇടപെടൽ നടത്തുന്നതും സഭാ നേതൃത്വങ്ങൾ തന്നെ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും നേരത്തെ PA ജോസഫിന്റെ LDFന്റെ UDFിലേക്കുള്ള പോക്കും സഭകളുടെ കടുത്ത നിലപാടിനെ തുടർന്നായിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് LDF തുടരേണ്ട എന്നൊരു നിലപാടെടുക്കുന്നതും സഭാ നേതൃത്വമാണ്. പക്ഷേ അത് ഒരു MLA, അതും കേരള കോൺഗ്രസിന്റെ MLA തന്നെ തുറന്നു പറഞ്ഞതാണ് സഭകളെ വെട്ടിലാക്കിയത്. അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉണ്ടായതുകൂടിയാണ് ഇപ്പോൾ പ്രമോദ് നാരായണൻ നേതൃത്വമായി രംഗത്ത് വരുന്നത്. അതാണ്. എന്നാലും ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രമോദ് നാരായണൻ MLA പറഞ്ഞത് ഇങ്ങനെയാണ്: സമ്മർദ്ദമേറെ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് LDF വിടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDFനൊപ്പം ചേരണമെന്നുള്ള ആവശ്യം സഭകളുടെ ഭാഗത്തു നിന്നുണ്ട്. വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങൾ വിശ്വാസവഞ്ചകരായി ഇതിനെ കാണാൻ ഇടയാക്കും. എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും ഇപ്പോൾ മുന്നണി മാറുന്നതിനോട് യോജിപ്പില്ല. ഇത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ പ്രസക്തിയില്ലെന്നാണ് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രമോദ് നാരായണൻ പറഞ്ഞത്. ഇപ്പോൾ താൻ അങ്ങനെ സഭകളുടെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് MLA പറയുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.